അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനേത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 6 വെള്ളിയാഴ്ച. വയനാട് ദുരന്തത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം കാലതാമസം വരുത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള സഹായം വൈകുന്നതിൽ പ്രിയങ്ക ഗാന്ധി നേരിട്ട് കണ്ട് സമർപ്പിച്ച നിവേദനത്തിനുള്ള മറുപടിയിലാണ് അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനം വിശദ നിവേദനം നൽകിയത് നവംബർ 13 മാത്രമാണെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും 3.5 മാസം വൈകിപ്പിച്ചുവെന്നും ദുരന്ത സമയത്ത് കേരളത്തിന് എല്ലാ സഹായവും നൽകിയെന്നും ഇനിയും കേരളത്തിന് ഉചിതമായ സഹായം നൽകുമെന്നും അമിത്ഷായുടെ കുറിപ്പിൽ പറയുന്നു. അതേസമയം ഇത്തരം മുടന്തൻ ന്യായങ്ങളല്ല, അടിയന്തര സഹായമാണ് വയനാട്ടുകാർക്ക് ആവശ്യമെന്ന് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ പ്രതികരിച്ചു. രാജ്യസഭയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെടുത്തെന്ന് ചെയർമാൻ ജഗ്ദീപ് ധൻകർ. കോൺഗ്രസ് MP മനു അഭിഷേക് സിംഗ്വിയുടെ ഇരിപ്പിടത്തിൽ നിന്നാണ് നോട്ടുകൾ കണ്ടെടുത്തതെന്നും അന്വേഷണം പ്രഖ്യാപിച്ചതായും ചെയർമാൻ പറഞ്ഞു. അന്വേഷണം പൂർത്തിയാകാതെ നിഗമനത്തിലെത്തരുതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. എന്നാൽ 500-ന്റെ ഒരു നോട്ടുമായാണ് സഭയിൽ പോയതെന്നും ആരോപണം ഞെട്ടിച്ചുവെന്നും മനു അഭിഷേക് സിംഗ്വി പ്രതികരിച്ചു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് അപ്രായോഗികമാണെന്നും കോടതിയുടെ ചില നിരീക്ഷണങ്ങളോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. ഈ സാഹചര്യത്തിൽ നിയമനിർമ്മാണത്തിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആലോചന നടക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ആഴ്ച തന്നെ ഉന്നതതല യോഗം വിളിക്കുമെന്നും റവന്യൂ മന്ത്രി വിവരിച്ചു. സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടികോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പാട്ടക്കരാർ വ്യവസ്ഥകൾ മുഴുവൻ ടികോം ലംഘിച്ചതിനാൽ 246 ഏക്കർ ഭൂമി അടിയന്തരമായി തിരിച്ചെടുക്കണമെന്നും വെറും 10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന നടപടിയാണ് ഇതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത പുനരധിവാസത്തിന് 20,44 ലക്ഷം രൂപ സമാഹരിച്ചുവെന്ന് ഡിവൈഎഫ്ഐ. പണമായി എത്തിയ സഹായം മാത്രമാണിതെന്നും മറ്റ് സഹായ വാഗ്ദാനങ്ങൾ വേറെയുമുണ്ടെന്നും ഡിവൈഎഫ്ഐ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണെന്നും കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം ശക്തമായി ഉയർത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം CBIക്ക് കൈമാറാൻ തയ്യാറല്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. എന്നാൽ കോടതി പറയുകയാണെങ്കിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി 12-ന് വീണ്ടും പരിഗണിക്കും. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരുടെ പദവി സംബന്ധിച്ച് KPCC പുനഃസംഘടനയ്ക്ക് മുൻപ് തീരുമാനം വന്നേക്കും. KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ ധാരണയായെന്നാണ് സൂചന. തീരുമാനം വൈകരുതെന്നും വൈകാതെ തന്നെ സജീവ പ്രവർത്തനത്തിൽ ഇറങ്ങണമെന്നാണ് ആഗ്രഹമെന്നും സന്ദീപ് നേതൃത്വത്തെ അറിയിച്ചുവെന്നും റിപ്പോർട്ടുകൾ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞ് ഡോക്ടർ P സരിനൊപ്പം നിന്ന യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് AK ഷാനിബ് ഡിവൈഎഫ്ഐയിൽ ചേരും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഷാഫി പറമ്പിൽ എന്നിവരുടെ പ്രവർത്തന ശൈലിയെ വിമർശിച്ചായിരുന്നു ഷാനിബ് യൂത്ത് കോൺഗ്രസ് വിട്ടത്. വടകരയിൽ 9 വയസ്സുകാരിയായ ദുഷാനയെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനം അപകടം നടന്ന് 9 മാസത്തിനു ശേഷം പോലീസ് കണ്ടെത്തി. KL 18 R 1846 എന്ന നമ്പറുള്ള കാറാണ് കുട്ടിയെ ഇടിച്ചത്. പുറമേരി സ്വദേശിയായ ഷജിൽ എന്ന ആൾ ഓടിച്ച കാറാണ് ദുഷാനയെ ഇടിച്ചതെന്നും ഇയാൾക്കെതിരെ കുറ്റകരമല്ലാത്ത നരഹത്യ ചുമത്തിയെന്നും വടകര റൂറൽ SP പറഞ്ഞു. ഇൻഷുറൻസ് ക്ലെയിം എടുത്തതാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. പ്രതി ഇപ്പോൾ വിദേശത്താണെന്നും പോലീസ് അറിയിച്ചു. കാർ മതിലിൽ ഇടിച്ചെന്ന് വരുത്തിയാണ് പ്രതി ഇൻഷുറൻസ് ക്ലെയിമിന് ശ്രമിച്ചത്. അപകടത്തിന് ശേഷം വാഹനത്തിന് രൂപമാറ്റം വരുത്തിയെന്നും പോലീസ് കണ്ടെത്തി.
അതോടൊപ്പം കാർ കണ്ടെത്തിയതും പ്രതിയെ തിരിച്ചറിഞ്ഞതും ആശ്വാസമാണെന്നും ഇൻഷുറൻസ് കിട്ടുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ ഉണ്ടെന്നും ദുഷാനയുടെ അമ്മ കൂട്ടിച്ചേർത്തു. KSEB ഇലക്ട്രിക് പോസ്റ്റുകളിലെ കേബിളുകൾ സംബന്ധിച്ച് സുരക്ഷാ ചട്ടങ്ങൾ ഉറപ്പാക്കാൻ KSEBക്ക് കർശന നിർദ്ദേശം നൽകി ഹൈക്കോടതി. അപകടകരമായ കേബിളുകൾ നീക്കം ചെയ്യാത്തതെന്തുകൊണ്ടാണെന്നും എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നും കേബിൾ വലിക്കുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ KSEB വിശദീകരിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. KM മാണിക്കെതിരെ നിയമസഭയ്ക്ക് പുറത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ CPM നേതാക്കളായ AA റഹീം MPയെയും M സ്വരാജിനെയും കോടതി വെറുതെ വിട്ടു. തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 4 കോടതിയാണ് വെറുതെ വിട്ടത്. KM മാണിയുടെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ LDF നിയമസഭ ഉപരോധിച്ച സംഭവത്തിലായിരുന്നു കേസ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി. നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിലാണ് ഹാജരായത്. അറസ്റ്റ് രേഖപ്പെടുത്തി സിദ്ദിഖിനെ കോടതിയിൽ ഹാജരാക്കും. സുപ്രീംകോടതിയുടെ ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് സിദ്ദിഖ് കോടതിയിൽ ഹാജരായത്. ശബരിമലയിൽ നടൻ ദിലീപ് VIP പരിഗണനയിൽ ദർശനം നടത്തിയ സംഭവത്തിൽ വിമർശനവുമായി ഹൈക്കോടതി. വിഷയം ചെറുതായി കാണാനാകില്ലെന്ന് പറഞ്ഞ കോടതി ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥികൾക്കടക്കം മർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ്. പ്രതികളായ SFI പ്രവർത്തകരുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. എന്നാൽ പ്രതികളെല്ലാം ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. പൂവച്ചൽ സ്വദേശിയായ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി മുഹമ്മദ് അനസിനെയും സുഹൃത്തിനെയുമാണ് യൂണിറ്റ് ഭാരവാഹികൾ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തത്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത. ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിലായി നിലവിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി നാളെയോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡിസംബർ 11നോ 12നോ ശേഷം കേരളത്തിൽ വീണ്ടും മഴ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പിലുണ്ട്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. 11ാം തവണയും പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ 4-2 എന്ന ഭൂരിപക്ഷത്തോടെ പലിശ നിരക്ക് കുറയ്ക്കില്ലെന്ന നിലപാടെടുക്കുകയായിരുന്നു MPC. പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് പലിശ കുറയ്ക്കാത്തതിന്റെ കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ പ്രശസ്തമായ ഇൻഷുറൻസ് സ്ഥാപനമായ യുണൈറ്റഡ് ഹെൽത്ത് കെയറിന്റെ CEO ബ്രയാൻ തോംസൺ കൊല്ലപ്പെട്ട സ്ഥലത്തുനിന്ന് കണ്ടെത്തിയ വെടിയുണ്ടയിൽ നിന്നുള്ള കുറിപ്പുകളും അന്വേഷണ വിധേയമാക്കുന്നു. ഇൻഷുറൻസ് വ്യവസായ രംഗത്ത് പതിവായി ഉപയോഗിക്കപ്പെടുന്ന 3 വാക്കുകളായ കാലതാമസം എന്നർത്ഥമാക്കുന്ന ഡിലേ, നിഷേധിക്കുക എന്നർത്ഥം വരുന്ന ഡെനി, തരം താഴ്ത്തുക എന്നർത്ഥം വരുന്ന ഡീപോസ് എന്നീ 3 വാക്കുകളാണ് വെടിയുണ്ടകളുടെ ഷെല്ലിൽ കുറിച്ചിരുന്നത്. പ്രഭാത പ്രാർത്ഥനകൾക്കിടെ ജൂത ദേവാലയത്തിന് തീയിട്ട് അജ്ഞാതർ. ഓസ്ട്രേലിയയിലെ മെൽബണിലെ ജൂത ദേവാലയമായ അഡാസ് ഇസ്രായേൽ സിനഗോഗാണ് വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെ കത്തിനശിച്ചത്. അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും കത്തിനശിച്ച നിലയിലായിരുന്നു ദേവാലയമുണ്ടായിരുന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഭ്രഷ്ടയാക്കപ്പെട്ട് ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശ് കോടതിയിൽ തിരിച്ചടി. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനൂസിനെതിരായ വിമർശനങ്ങളാണ് ഹസീനയ്ക്ക് കോടതിയിൽ തിരിച്ചടിയായത്. മുഹമ്മദ് യൂനൂസ് വംശഹത്യയുടെ സൂത്രധാരനാണെന്ന ആരോപണം വ്യാപകമായി ചർച്ചയായതോടെ ഹസീനയുടെ പ്രസംഗങ്ങൾക്ക് കോടതി വിലക്ക് പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയയ്ക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 180 റൺസിന് പുറത്ത്. അഡ്ലേഡിൽ നടക്കുന്ന ഡേ നൈറ്റ് ടെസ്റ്റിലെ ആദ്യ ബോളിൽ തന്നെ യശസ്വി ജയ്സ്വാളിനെ പുറത്താക്കി മിച്ചൽ സ്റ്റാർക്ക് കരുത്തുകാട്ടി. തുടർന്ന് 2ാം വിക്കറ്റിൽ 37 റൺസെടുത്ത KL രാഹുലും 31 റൺസെടുത്ത ശുഭ്മാൻ ഗില്ലും ഇന്ത്യയ്ക്ക് നേരിയ പ്രതീക്ഷ നൽകിയെങ്കിലും ഇരുവരും പുറത്തായതിനു പിന്നാലെ എത്തിയ വിരാട് കോഹ്ലിക്കും ഋഷഭ് പന്തിനും രോഹിത് ശർമ്മയ്ക്കും ഇന്ത്യയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനായില്ല. 42 റൺസെടുത്ത നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യയെ 150 റൺസിന് മുകളിലെത്തിക്കാൻ സഹായിച്ചത്. 6 വിക്കറ്റെടുത്ത മിച്ചൽ സ്റ്റാർക്കാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ നട്ടെലൊടിച്ചത്.
ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.